ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ലൊരു പാൽച്ചായയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ചായയും കൂടിയാണ്. നമ്മുടെ തുടക്കക്കാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെട്ട ഒരു യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വേഗം തന്നെ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചായപാത്രം വെക്കാം. അതിലോട്ട് 6 ഗ്ലാസ്സോളം ചായ ഉണ്ട് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് 3 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം അതുപോലെ തന്നെ 3 ഗ്ലാസ്സോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പാലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലോട്ടൊരു 4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി വെക്കാം. അതുപോലെ പാൽ നിങ്ങൾ എത്ര എടുക്കുന്നതിൻ്റെ അതിൻ്റെ ഡബിൾ നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു പട്ടയും അതുപോലെ 2 ഏലക്കായ ഒന്ന് നമുക്ക് ചതച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. തൊണ്ടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് അടച്ച് വെക്കണ്ട. ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് തേയിലപ്പൊടി ചേർത്തി കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം തേയിലയാണ് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാൽച്ചായ ആയിരിക്കുമ്പോൾ നമുക്ക് ചായപ്പൊടി നിങ്ങളെ ബ്രാൻഡ് ഏതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ലോ ഫ്ലെയിം ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അതുപോലെ മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം കുടിക്കാത്തവരാണെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 2 തവി പഞ്ചസാര ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളാണ് കേട്ടോ പഞ്ചസാര ചേർത്തി കൊടുക്കുന്നത്. പിന്നെ ചിലർക്കൊക്കെ കൂടുതൽ മധുരം ഇഷ്ടമുണ്ടായിരിക്കും. അതുപോലെ ചിലർക്ക് മധുരം കുറവായിരിക്കും ഇഷ്ടം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്തി കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റോളം ഇങ്ങനെ അടച്ച് വെക്കാം കേട്ടോ. അതിലൊന്ന് സെറ്റായി കിട്ടാണ്ട് ഇനി നന്നായിട്ട് നമ്മുടെ ചായ ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തിട്ട് ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇനി ഒന്നും വേണ്ട, ഇങ്ങനെ ഒരു ചായ നമുക്ക് രാവിലെയൊക്കെ എണീറ്റ് കുടിച്ചാൽ ഉഷാറായിരിക്കും അന്നത്തെ ദിവസം. ഇനി ചായ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണേ. അതുപോലെ ഇതുപോലുള്ള നല്ല റെസിപ്പി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടിപൊളി റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ ബൈ.